പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ 2026 വലിയ ആഴ്ചയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും തിരിച്ചറിവോടെ സ്വീകരിക്കുവാൻ ആവശ്യമായ ദൈവിക ജ്ഞാനവും സ്വർഗത്തിന്റെ മനസ്സും വെളിപ്പെടുത്തലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷാകരമായ അത്ഭുതകമായ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്കായിട്ട് പൂർത്തിയാക്കുമ്പോൾ അതെല്ലാം സ്വന്തമാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ വീണ്ടെടുക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവേ, വിശുദ്ധ മാലാഖമാരെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആദേശം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ വലിയ ആഴ്ചയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി വലിയ ദാഹത്തോടെ പല പല നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കള്, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കള്, ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കള് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ കുരിശുമരണത്തിന്റെയും അങ്ങയുടെ പീഡാസഹനത്തിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെയും മാമോദിസ നവീകരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് വന്ന് പുതിയൊരു ജന്മം, പൂർണ്ണദണ്ഡ വിമോചനത്തിന് അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സഭയും ലോകം മുഴുവനും ഈ സമയത്ത് രക്ഷ പ്രാപിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാം ആവശ്യമായ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ ആഴ്ചയില് വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറഞ്ഞു. അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഷയം, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന വലിയ കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇന്നലെ അച്ഛൻ പറഞ്ഞു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്കുകൾ പറഞ്ഞു. അതില് ഒരു വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ ദാഹം എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് അറിയാം, നമ്മളത് കണ്ടു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാ? പാപങ്ങൾ ഏറ്റെടുക്കാൻ. ഈശോ വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണല്ലോ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ഈശോ വന്നത് പാപം നീക്കാനാണ്. അതുകൊണ്ട് ഈശോയുടെ വലിയൊരു ആഗ്രഹം, ഈശോയുടെ വലിയ ദാഹം പാപം നീക്കാനാണ്. ഇനി അതിനുവേണ്ടി ഈശോ ദാഹിക്കുന്നത് എന്തിനാ? അവിടെ ഏറ്റെടുത്താ പോരെ? അത് പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട്, നമ്മുടെ സമ്മതം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിനെതിരെ നമ്മൾ ചെയ്ത പാപമാണ് ഈ പാപം. അത് നമ്മൾ തന്നെ പൂർണ്ണ മനസ്സോടെ, അറിവോടെ, സമ്മതത്തോടെ, സ്വാതന്ത്ര്യത്തോടെ അത് വിട്ടുപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. അതിനാണ് മക്കളെ കുംഭസാരം. നമ്മള് ജോഷിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പറയാ, നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കണം. അതിനുള്ള വലിയ പ്രവൃത്തിയാണ് കുംഭസാരം. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, വലിയ ആഴ്ചയില് നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നല്ലപോലെ കുംഭസാരിക്കണം. കുംഭസാരത്തിന്റെ ദിവസങ്ങളാണ്. നമ്മുടെ നാശത്തിനും നമ്മുടെ തകർച്ചയ്ക്കും എല്ലാ കടങ്ങൾക്കും പിശാചിന് അവകാശം കിട്ടാനും കാരണമായത് നമ്മുടെ എല്ലാ പാപങ്ങളാണ്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ, പൂർവികരുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും നമ്മൾ അറിഞ്ഞ് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന കർത്താവിന്റെ, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. 1 പത്രോസ് 2:24. അത് നാം പാപത്തിന് മരിക്കാനാണ്. പാപത്തിലൂടെയാണ് ബാക്കിയെല്ലാം കടന്നു വന്നത്. അതുകൊണ്ട് ഈ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്ന കർത്താവിലേക്ക് കുംഭസാരത്തിലൂടെ പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർത്ത് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ്
അതിന് പ്രാശ്ചിത്തം ചെയ്ത് നമ്മളിതാ നല്ല കുമ്പസാരത്തിലൂടെ തിരിച്ചു വരികയാണ്. നമ്മൾ ഇന്ന് കുമ്പസാരിക്കുമ്പോ അച്ഛന് പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഇതുപോലെ ഏറ്റുപറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തില് ഏറ്റുപറയാതെ കിടക്കുന്ന പാപങ്ങൾ, അത് ജീവിച്ചിരിക്കുന്നവരുടെ പറയാം, പക്ഷെ ജീവിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും അവർ തന്നെ പറയുന്നതാണ് നല്ലത്. എങ്കിലും നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം. നമ്മുടെ കുടുംബത്തില് മദ്യപാനത്തിന്റെ മേഖലയുണ്ട്, അല്ലെങ്കിൽ ചില പാപത്തിന്റെ മേഖലകളുണ്ട്, ആഭിചാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏതെങ്കിലും പ്രമാണ ലംഘനങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഏറ്റു പറയുന്നത് നല്ലതാണ് കർത്താവിന്റെ ഈ കൂദാശയിൽ. അതോടൊപ്പം തന്നെ ഏറ്റു പറയാതെ മരിച്ചു പോയവരുടെ പാപങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മളത് ഏറ്റു പറയണം. നമ്മുടെ കുടുംബത്തില് ആഭിചാരത്തില് ഉണ്ടായിട്ടുള്ളത്, ആള് മരിച്ചുപോയി, അല്ലെങ്കിൽ കൊലപാതകം, ആത്മഹത്യ, വ്യഭിചാരം, ഗർഭചിത്രം, അല്ലെങ്കിൽ മന്ത്രവാദം, കൂടോത്രം, കലഹം, അതുപോലെ വിവാഹമോചനം, മിശ്ര വിവാഹം, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തില് സംഭവിച്ചു. അങ്ങനെയുള്ള വ്യക്തികൾ ചെയ്തു, അവരേറ്റു പറഞ്ഞില്ല, ഉപസാരിച്ചില്ല, അനുജനപ്പെട്ടില്ല, അവർ മരിച്ചുപോയെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മള് കർത്താവിന്റെ ബലിയില്, ഈ കൂദാശയില് നേറ്റു പറയുന്നത് വളരെയേറെ നല്ലതാണ്. ഈ 2026 ഈ പെസഹ വ്യാഴം, ഈ ദുഃഖവെള്ളി, ഈ വലിയ ആഴ്ച നമുക്ക് നമ്മുടെ കുടുംബത്തിനും പാരമ്പര്യത്തിനും കുടുംബവൃക്ഷത്തിനും തലമുറയ്ക്കുമൊക്കെ വലിയൊരു വിടുതലായിട്ട് മാറണം. ഈ അത്ഭുതങ്ങൾ സംഭവിക്കണം. നമ്മുടെ മക്കള് പലരും, നമ്മുടെ കുടുംബത്തിലുള്ള പലതും ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം ചില പാപത്തിന്റെ സ്വാധീനങ്ങൾ നമ്മുടെ കുടുംബത്തില് കിടക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 1:18 പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് അശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് അത്ര. അപ്പോ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടുന്ന വലിയൊരു അഭിഷേകം, വലിയൊരു വീണ്ടെടുപ്പ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് നമ്മുടെ തലമുറയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ, സാമ്പത്തിക മേഖലയെ, നമ്മുടെ വീടിരിക്കുന്ന മണ്ണിനെ വീണ്ടെടുക്കാൻ നമുക്കിടയാകണം. കാരണം കർത്താവ് മരിച്ചത് പാപത്തെയും ശാപത്തെയും മരണത്തെയും കടങ്ങളെയും പിശാചിനെയും തകർത്തെറിഞ്ഞ് വിജയം നമുക്ക് നേടിത്തരാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇനി അങ്ങോട്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് നമ്മള് പെസഹ ബുധനിലേക്കും വ്യാഴാഴ്ചയിലേക്കും അതോടൊപ്പം തന്നെ നമ്മൾ കൂദാശകളിലേക്കും ഒക്കെ കുരിശുമാനത്തിലൂടെ ലഭിക്കുന്ന രക്ഷാകരമായ രഹസ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരികയാണ്. അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപം നീക്കപ്പെടണം. അതുകൊണ്ട് ഈശോ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വരുമ്പോ പാദങ്ങൾ കഴുകി വിശുദ്ധീകരിച്ചിട്ടാണ് ഈശോ ബലി അർപ്പിക്കുന്നത്. നമുക്കതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറയാം. സഹോദരങ്ങളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ പലരോട് നമുക്കുണ്ട്. ഈശോ ക്ഷമിച്ച പോലെ, ഈശോ എളിമപ്പെട്ട് പാദം കഴുകിയതുപോലെ പാദം കഴുകാനൊക്കെ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, ഇന്നലെ ഈശോ ദേവാലയത്തിലെ ആ അവസ്ഥയൊക്കെ വിശുദ്ധീകരിച്ചു. അത് ദേവാലയം നമ്മളെ ശുദ്ധീകരിച്ചു. നമുക്കറിയാം, അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സകല പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന, നമുക്ക് കർത്താവ് കരുണയോടെ നൽകിയ കരുണയുടെ കൂദാശയായ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് കർത്താവിന്റെ മഹാകരുണയും അതിലൂടെ ലഭിക്കുന്ന വലിയ കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് വിശുദ്ധ കുർബാന, കർത്താവിന്റെ കുരിശിലെ ബലി, അതോടൊപ്പം തന്നെ ദുഃഖ ശനിയാഴ്ച നമ്മൾ പുതിയ മാമോദിസ അല്ലെങ്കിൽ ജ്ഞാനസ്ഥാനം, അവിടുത്തെ നവീകരണം, പിന്നീട് ഉയർപ്പിന്റെ മഹത്വം, അതിനുശേഷമുള്ള ദുഃഖവെള്ളി മുതലുള്ള നൊവേനയും പുതു ഞായറാഴ്ചയുള്ള ദൈവകരുണയുടെ തിരുനാളും, ഇതെല്ലാം വലിയ അനുഭവമായിട്ട് മാറട്ടെ. ഇന്നലെയൊക്കെ അനേകം പേര് ഈ 7 ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഓരോ ദിവസത്തെ കാര്യങ്ങൾ ശരിക്കും സ്വന്തമാക്കി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ഉയർപ്പ് തിരുനാളും പിന്നീട് 7 ദിവസമല്ല, നമുക്കൊരു ദൈവകരുണയുടെ തിരുനാൾ 12-ാം തീയതി വരെ ശക്തമായ മെസ്സേജുകൾ, സന്ദേശങ്ങൾ നമുക്ക് കർത്താവ് തരും. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ മക്കളെ, വീടിനെ, മണ്ണിനെ, നമ്മുടെ ബന്ധങ്ങളെ, കർത്താവിന്റെ കൂദാശകളെ, കർത്താവിന്റെ രക്ഷാക രഹസ്യങ്ങളെ സ്വന്തമാക്കി സ്വീകരിച്ച് നിങ്ങൾ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. അച്ഛൻ എപ്പോഴും പറയും, കുരിശിൽ തീരാത്ത, കർത്താവിന്റെ കരുണയിൽ തീരാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല. ഒരു വലിയ വിഷയം, പൊതുവായൊരു വിഷയം നമ്മൾ ഇന്ന് സമർപ്പിക്കാമാണ്. യുദ്ധം, യുദ്ധസമാനമായ അവസ്ഥകൾ അവസാനിപ്പിക്കപ്പെടണം. അനേകം പേര് ഇന്നലെ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു നിയോഗം, ഒരു വലിയ അത്ഭുതം ഈ മേഖലയിൽ സംഭവിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ പരീക്ഷ, ഇന്നലെയൊക്കെ റിസൾട്ട് അറിഞ്ഞ് കുറെ പേര് വിളിച്ചു, വലിയ വിജയം കിട്ടി. അച്ഛാ, പരീക്ഷ വിഷമമാണെന്ന് പറഞ്ഞ വിഷയങ്ങൾ പോലും നല്ല മാർക്കോടെ പാസ്സായി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. കർത്താവിനെ സ്വന്തമാക്കിയാൽ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടും. അതാണ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങൾ സംഭവിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ കർത്താവ് വാഗ്ദാനം പൂർത്തീകരിക്കും. സത്യം, അതിലൊരു മാറ്റമില്ല. അവിടെയാണ് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വാഗ്ദാനം, ജീവന സാമർഥ്യം നൽകുന്ന വാഗ്ദാനം, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വാഗ്ദാനം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വാഗ്ദാനം. ഇതൊക്കെ കർത്താവ് പൂർത്തിയാക്കിക്കൊണ്ട് തന്റെ മക്കളെ അനുഗ്രഹിക്കാം. സംഭവിക്കട്ടെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ദിവ്യകാരസ്ഥാനത്തിൽ നമുക്ക് ഒരുമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി അച്ഛൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ കൂട്ടായ്മയും നമ്മുടെ കൂട്ടായ്മ, നിങ്ങളല്ല, നമ്മുടെ കൂട്ടായ്മ ഇത് ശക്തമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഒരു പ്രാർത്ഥനയും പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടാതിരിക്കത്തില്ല. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. പങ്കെടുക്കുന്ന മക്കള് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷനൊക്കെ തീരെ കുറവാണ്. അതൊന്ന് ശക്തമായിട്ട് കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ അച്ഛൻ പറഞ്ഞില്ലേ, യൂട്യൂബ് തന്നെ അത് ഒത്തിരിയേറെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് ആ ഒരു നിയോഗം കൂടി അച്ഛനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ പാപങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ അരികിലേക്ക് കടന്നു വരണം. ഈ ദിവസങ്ങളില് കുമ്പസാരത്തിന്റെ ദിവസമാണല്ലോ കർത്താവെ. നല്ല പോലെ കുമ്പസാരിക്കാൻ അവിടുന്ന് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, നീതിവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം നൽകുമെന്ന്. പരിശുദ്ധാത്മാവിനാല് ഞങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ കുമ്പസാരിച്ച് എല്ലാ പാപങ്ങളും വിട്ടുപേക്ഷിച്ച് അങ്ങയുടെ മഹാകരുണ സ്വന്തമാക്കിയെടുക്കാൻ ഈ സമയത്തെ വലിയാഴ്ചയിലും പിന്നീട് അങ്ങോട്ട് കരുണയുടെ തിരുനാളിലും ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങ് നൽകുന്ന സന്ദേശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞു ചെയ്യാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇവിടെ കുടുംബത്തില് കുമ്പസാരിക്കാൻ മനസ്സില്ലാത്ത ഒത്തിരി മക്കൾ ദിവസങ്ങളൊക്കെ അനേകം പേര് പറഞ്ഞു കുമ്പസാരിക്കാൻ മനസ്സില്ല. ചില മക്കളെങ്കിലും കുദാശകൾ മുടക്കി കുമ്പസാരം തന്നെ മുടക്കി കഴിയുന്ന അവസ്ഥകളിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവ് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പാപബോധം നൽകണമേ, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം നൽകണമേ. അങ്ങയുടെ സ്നേഹവും കരുണയും അനുഭവിച്ച് ആ സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് പാപത്തെ വിട്ടുപേക്ഷിച്ച് അങ്ങയുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന വിധത്തില് കുമ്പസാരിക്കാൻ കൃപ നൽകണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 അങ്ങ് പറഞ്ഞില്ലേ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന്
ഐശ്വര്യം ഉണ്ടാവുകയില്ല. അത് അനുദപിച്ചേറ്റ് പറയുന്നവന് കരുണ ലഭിക്കും. കർത്താവെ, അനുദപിച്ച് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അങ്ങയുടെ കരുണ സ്വന്തമാക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം. നല്ല കുമ്പസാരത്തിലൂടെ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ ദാഹം ശമിപ്പിച്ച് കർത്താവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ പങ്കുചേരുവാൻ, സ്വന്തമാക്കുവാൻ വിശുദ്ധ കുർബാനയും കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതകൾ സ്വന്തമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ കൃപകളും നൽകുന്ന ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിലൂടെ ജീവന സമൃദ്ധി പ്രാപിച്ച് ആ സമൃദ്ധിയിൽ നിന്ന് കർത്താവിന്റെ പേര് സ്വന്തമാക്കുവാൻ, രക്ഷ സ്വന്തമാക്കുവാൻ, കരുണ സ്വന്തമാക്കുവാൻ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഒരു നിമിഷം സമർപ്പിച്ച മക്കളെ കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷും തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കൾക്ക് അനുതാപവും പശ്ചാത്താപവും നൽകി അങ്ങയിലേക്ക് തിരിക്കണമേ കർത്താവേ. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കുവാൻ ആവശ്യമായ ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ സ്തുതിച്ച് കൃപ സ്വീകരിച്ച മക്കളെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപ എല്ലാവർക്കും വേണ്ടി സ്വീകരിക്കുക. ഈശോയെ നന്ദി. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.